ഡോക്ടർ അരുൺ, കണിശക്കാരനായ ഒരു തിരുത്തൽ ശക്തി അങ്ങനെയാണോ മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്? അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം ഞാൻ ഈ പലതവണ ഈ ഷാഡോ ചെയർമാൻ, ഒരുപക്ഷെ സുജയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഷാഡോ ചെയർമാൻ എന്ന് പറയുന്ന പദവിയിൽ നമ്മളൊക്കെ വന്നു പെടാറുണ്ട് പലപ്പോഴും ചില പരിപാടികളുടെ അവതാരകരൊക്കെ. അപ്പോൾ അവരുടെ സംഘാടകർ പറയുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുന്നതും ഒരുപക്ഷെ ആമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും. ഇവിടെ നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ ക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രസംഗത്തെക്കുറിച്ചൊന്ന് പോസിറ്റീവായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രമേ ആ അവതാരക ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അവർ മനസാന്നിധ്യം വിടാതെ അത് തുടർന്നു. പക്ഷേ അത് അനുചിതമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിൽ ഞാൻ ആരോടും വിയോജിക്കുന്നില്ല. പക്ഷേ ഒരു പ്രിവിലേജ് ഉണ്ടോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വേദിയിൽ ഒരു അവതാരകയോട് സംസാരിക്കാൻ? ഇപ്പം അനുചിതമായൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായുടെ എംബാരസ്മെന്റ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ആ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത കാര്യമായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടതിന് ശേഷം ഉച്ചയോടുകൂടി തുടർന്ന് ഈ കാര്യങ്ങളിൽ ഒരു അവലോകനം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുകയായിരുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ഉദ്ഘാടനം മാത്രമാണ് അവിടെ നടന്നത്. അപ്പോൾ അവതാരക ആ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ പൂർണ്ണമായും നടത്താത്ത ഒരു പ്രസംഗം മറ്റുള്ളവർക്ക് സമയം കൊടുത്ത് എന്നാൽ നിങ്ങൾ പ്രസംഗിക്കൂ, അതിനുശേഷം ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴാണ് ഈ അനൗൺസ്മെന്റ് വരുന്നത്. ഉദ്ഘാടന പ്രസംഗം വളരെ നന്നായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരിയാണ് വന്നത്. കാര്യം ഇത് ട്രോളിയതാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും അങ്ങനെ തോന്നിയേക്കാം. മുഖ്യമന്ത്രി ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്തില്ല, സാങ്കേതികമായ ഉദ്ഘാടന പ്രസംഗം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഷാഡോ ചെയർമാനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. പക്ഷേ അവർ ആ മനസാന്നിധ്യം വിടാതെ അത് തുടർന്നു. പക്ഷെ ഇവിടേക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ തോമസ് ചാഴിക്കാടനോട് ഈ വിഷയം ചോദിച്ചിരുന്നു, ലൈവിൽ തന്നെ ചോദിച്ചിരുന്നു. അന്ന് തോമസ് ചാഴിക്കാടനോട് നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചാഴിക്കാടൻ അതിനുശേഷം ഒരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. പക്ഷെ അത് മണ്ഡലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ആവശ്യം പറയാനല്ല എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും അത്തരം ഒരു പ്രിവിലേജുകൾ ഒരാളെ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ ആത്മാഭിമാനത്തിൽ ഒരു അല്പമെങ്കിലും പോറലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ ശൈലിയുണ്ട്, ഓരോ നേതാക്കൾക്കും അതിൻ്റെതായ ശൈലിയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഓണർഷിപ്പ് എന്നുള്ളത് ഒരു പൊതു സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പ്രതികരിക്കുന്നയാളുടെ അന്തസ്സിലും ഒരു ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന അയാളെ വിഷമിക്കാതിരിക്കൽ കൂടി ഈ പറയുന്ന ഒരു ഭരണാധികാരിയുടെ ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? ഈ അവതാരകയെ തിരുത്തല്ലല്ലോ നിങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം. ഇനി അങ്ങനെ തിരുത്തണമെങ്കിൽ തന്നെ അതിന് പല വഴികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി ഇങ്ങനെയാണ്. നേരത്തെ മൈക്ക് ഓപ്പറേറ്ററോട് നമ്മൾ തർക്കിച്ചത് കണ്ടു. മറ്റൊരു പ്രസംഗത്തിൽ ഇരിക്കുന്നത് കണ്ണൂരാണ്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് ഇദ്ദേഹത്തിന് ചെയ്ത് കേൾക്കില്ലേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായി വരും. പാർട്ടിക്കുള്ളിലുള്ളവർ അതിനെ ഒരു പ്രിവിലേജായിട്ട് കാണുന്നുണ്ടാവാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനതിനൊരു പ്രിവിലേജായിട്ട് കാണുന്നില്ല. അത് ഏൽപ്പിക്കുന്ന ആഘാതം ഒരാളുടെ മാനാഭിമാനത്തിൽ ഒരല്പമെങ്കിലും പോറൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തീർച്ചയായും അവതാരകയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും കാര്യം നമ്മൾ ആ വേദികളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സമാനമായൊരു സാഹചര്യം നിങ്ങളോട് വിശദീകരിച്ചതുമാണ് ഇതേപോലെ ഒരു കോണ്ടെക്സ്റ്റിൽ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി അധികം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതൊരു വലിയ വിഷയമായി എടുക്കേണ്ടതുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.